എന്നെ ചലഞ്ചിലല്ലാതെ വയ്യ. ആരംഭിക്കലാമാ. ഇനിയൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ ഞങ്ങളെ ചലഞ്ചിന്റെ ഓരോന്നും പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സെറ്റ് ചെയ്യാം. അവസാനം കാത്തു സെറ്റ് ചെയ്യും. തുടങ്ങാം. തിന്നോ ഒക്കെ കഴിക്കോ? ഇവിടെ ഒക്കെ റെഡി ആക്കിണ്ട്. പൊന്നു പൊന്ന സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പറയ്. സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് ചലഞ്ച്. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ ഓർഡർ ചെയ്ത് വന്നപ്പോ കൊറേയൊക്കെ കുറഞ്ഞു പോയി. അതാണ് ഉണ്ടായത് അല്ല പറഞ്ഞ. ഞങ്ങൾ ചിക്കൻ പീസ് ഒന്നുകൂടി വലുതാണ് പ്രതീക്ഷ. അപ്പൊ എന്തൊക്കെയുള്ളേ പറഞ്ഞോ? ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗർ ഉണ്ട്, റോൾ ഉണ്ട്, പിസ്സ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പെപ്സി ഉണ്ട്. യെസ്, ഇതാണ് കഴിക്കേണ്ടത് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. കൊറേ നാൾക്ക് ശേഷം നമ്മള് വീണ്ടും ഫുഡ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത്. യെസ്. നമ്മളെ കളറിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് ഞാൻ റൂട്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞി കഴിച്ചോ? കഴിച്ചോ. ആ ഗുഗ് കഴിക്കണേ ഫുള്ളോ? ഓക്കെ കഴിക്കോ കുഞ്ഞിമ്മ? അതായത് ഇത് മൊത്തം തീരണം. ശബ്ദം കട്ട് ഓഫ് ആക്കിക്കോ. വരും. അതായത് ഇപ്പൊ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കുള്ളത് ബർഗർ, 2 റോള്, 2 കഷ്ണം, 2 പീസ് പിസ്സ, 1 2 3 4 ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. ഇതാണ് ഉള്ളത്. ഇത് മൊത്തം തീർക്കണം. ആരാണ് ഫസ്റ്റ് തീർക്കാന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? അയ്യോ, സ്റ്റാർട്ട് ചെയ്യാൻ തുള്ളി ജ്യൂസ് കുടിച്ചു. അത് കണക്കിപ്പെടും കേട്ടാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പിസ്സയിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാ നോക്കണേ? അതൊക്കെ എന്റെ ഇഷ്ടാ. ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ നല്ല പിസ്സ ലവറാണ്. പുളിണ്ടാ പോരാത്തിന് ഞാൻ പിസ്സ ഉണ്ടാക്കുകയും ചെയ്യും. മതിയാ? താത്തുന്നോ? കൊറേ കാലായില്ലേ ചൂടത്തൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടാ. കൊറേ കാലായി ഫുഡ് ചലഞ്ചില്ല. ഇത്ര ആർത്തി വേണ്ട, മെല്ലെ ഇരുന്നാ മതി. പെപ്സിന് വേറെ ഇല്ല കേട്ടാ. ചലഞ്ചിനുള്ളത് ഇത് മാത്രം. റോളിൻ്റെ ഇഷ്ടം, പിന്നെ ബർഗറാ. അതിൻ്റെ റോള് ഇഷ്ടം. ബർഗർ പോരാ, ചെറുതാ നോക്കാം. നമ്മൾ സൊമാറ്റോ കണ്ടിട്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ
ഒന്ന് പൊക്കത്തലയിരുന്നു കേട്ടാ. ഒരു രക്ഷയില്ല മോളെ. ഉഡായിപ്പ് പാടില്ല. അതാണ് ഒട്ടി പിടിക്ക ബെഡ്. അയ്യോ പറ്റില്ല. നീ ജയിച്ചോടാ. നീ ജയിച്ചോ? നിങ്ങളോട് പറ്റുമോ? എനിക്കൊരു ഏട്ടൻ ജയിക്കുന്ന ഇഷ്ടം. എനിക്കൊരു ഏട്ടൻ ജയിക്കുന്ന ഇഷ്ടം. എനിക്കെന്റെ ഭാര്യ. വീഡിയോ എടുക്കാൻ വേണ്ടിട്ടുണ്ട്. വളയില് വാസലും കൊടുത്ത വാസലോണ്ട് കുളിച്ചോണ്ടിരിക്ക. ഓ ചെയ്താ ഇഷ്ടായ അമ്മ തുടച്ചോടത്തൊന്നും ആക്കല്ലേ. തൊണ്ട കുടിക്കാൻ ആശുപത്രി പോകേണ്ടി വരുമോ? ആർച്ച മൂത്ത് പ്രാന്താക്ക്. അയ്യോ കേറ്റിക്കോ. വയ്യെങ്കിൽ സുല്ല് വിളിച്ച് കളി തോറ്റു എന്ന് പ്രഖ്യാപിക്കണം. എന്താ ഞാനല്ല ചെറുത്. ചേട്ടന്മാര് തോറ്റെന്നോ? കുറച്ച് വെള്ളവും മറ്റേ പൊട്ടുവിട്ട് സാധനം എടുക്കണം ഇറക്കാനായിട്ട്. തോറ്റനെ കൊന്നു മതി. ഓ സൂപ്പർ അടിപൊളി. അത് വെച്ചാ ഞാൻ തോറ്റു. എന്താ ബർഗർ ടേസ്റ്റില്ല ഗൈസ്. അപ്പുറമേത്തൊക്കെ ഓ കാൽമതേക്ക് അതാ ഓ ഏതാ അപ്പ എടുത്തിട്ട് അപ്പ ഇട്ടരാ. എടുത്തേക്ക് ഒളിപ്പിക്ക പന്നി എടുത്തേക്ക്. ഓ അപ്പൊ അവിടെ ഉണ്ടാവും, ആ സൈഡിലുണ്ടാവും. ചെറിയ പീസായിട്ട് ഇങ്ങനെ
വലുതായ എന്താ കൊണ്ടപോലെ തിന്നാവില്ല. ഇതിലാ അവളെന്നെ ജയിക്കുള്ളൂ. എന്റെ കപ്പാസിറ്റി കഴിഞ്ഞറിയാം. ഞാൻ ബർഗർ തൊടാത്ത മനസ്സിലായി, എനിക്കത് ഇഷ്ടമല്ലാത്ത. ആദ്യം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തിന്നു, റോഡ് കഴിച്ചു. അങ്ങനെ തിന്നിട്ടില്ലേ? ഏതാണ്ട് നിങ്ങൾക്കറിയോ എന്റെ ഭാര്യക്ക് ഭ്രാന്തായി. അയ്യോ എന്താ ആട്ടും തോക്കടാ എന്താ തോറ്റാലും ഭൂരിപക്ഷം ചെയ്യാലേ. എന്താ ബർഗർ 2 റോളിന്റെ ഫലം കറ്റുക. അതൊന്നുമില്ല. ഓ കുച്ചോ രണ്ടോട്ട് വേറെ പറഞ്ഞു മതിയെന്ന് നിർത്തിക്കൂടെന്നാ. നീ കളിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്. പിന്നെന്താ? ഓ ഭേദം കുട്ടിയോട് കുറ്റു അളച്ചോ. അയ്യോ എന്തോ അശു എന്തേ? ഓ ഓ വെക്കണ ഒരു മിനിറ്റ്. ഇപ്പൊ അമ്മ തോറ്റു പ്രഖ്യാപനം വീഴും. എത്തടി ഏതാനും നിമിഷങ്ങൾക്കകം പൊന്നുവിന്റെ വാഗ്ദാനം പറടി വന്നാ എനിക്ക് നിർത്താൻ. പൊന്നു പറയണമെന്ന് എനിക്ക് നല്ല ഛർദിച്ചപ്പോ നിന്നെ കൊറേ. ഓ അപ്പടെ കാലിൽ തേച്ചാ. അയ്യോ ഗായ്സ് ദൂരത്തൊരു ചലനാണ് ഗായ്സ്. ചോറാണെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ആരോടും പറ്റില്ല. അതാണ് ചോറ് മതി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉദ്ദേശമായിരുന്നു ചോറ് വേണ്ട. അത് അമ്മയല്ല പറഞ്ഞത്. അമ്മക്കാ എങ്ങട്ടാ മതി കഴിഞ്ഞു. തോറ്റു തോറ്റു എന്ത് പറ്റി മല്ലയ്യ? യെസ് ഐ ആം ദ വിന്നർ. നോക്കണേ ഇങ്ങോട്ട് നോക്കണേ. തൊള്ളേല് ചിക്കൻ കാര്യം മര്യാദ. നീ തോക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞെ. നീ ഫസ്റ്റ് ബർഗർ കഴിച്ചു. ബർഗർ ബെന്നാ അണ്ണാക്കില് വെള്ളം ഇട്ടു, വയർ സ്തംഭിക്കും പെട്ടെന്ന് തന്നെ. മനസ്സിലായോ സാറേ? ബർഗർ അല്ലേ ഇഷ്ട. തോറ്റില്ലേ?
കഴിക്ക്. എനിക്കിനി ഇതാകെ ഇതേ ഉള്ളൂ. ഈ ഒരു ഇത്ര സാധനം എനിക്ക് തിന്നാറുള്ളൂ. അത് ഞാൻ തിന്നോളൂ. നീ അവരെ ഏതെങ്കിലും ഒന്ന് നിനക്കിത് 2, 3, 4 നീ തിന്ന്. എന്നിട്ട് ഞാൻ തുടങ്ങാം. എന്നിട്ട് ആലോചിക്ക. മതിയാ? തോറ്റാ? സമ്മതിച്ചാ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. പനിഷ്മെന്റ് എന്താന്ന് വെച്ചാ പറഞ്ഞോ. അത് തരാം. അത് ഞാൻ തരൂലോ. ഇവിടുന്ന് പറഞ്ഞിട്ടാണ് തോറ്റില്ലെന്ന് തീരുമാനിക്കുക. ആ പരിപാടി ഇല്ല. തോറ്റു നീ ഉറപ്പിച്ചു ഇല്ലേ? ഇനി മാറ്റില്ല. പനിഷ്മെന്റ് എന്താ? ഞാൻ തരാം, ആലോചിക്കട്ടെ. ഞാൻ ഇതൊന്ന് കുടിച്ച് സെറ്റാകട്ടെ. അമ്മേ തുള്ളിയാടാ. എന്റെ ഒരു കൈയിട്ട് വരണം നാക്കി സ്വഭാവം. എന്തേ? സാധനം പഴകിയതാ തോന്നുന്നു. പറ്റി പറ്റിയല്ല, മൂട്ടൊക്കെ കേട്ടിട്ട് ഇഷ്ടായില്ല. കൊല്ലിനായിരുന്നിട്ട് കാത്ത അമ്മ തോറ്റു. തോറ്റു. പൊന്ന കാണിച്ചു തരാത്തിരി പൊന്നൂന്റെ അവസ്ഥ. അപ്പൊ വിജയം എനിക്ക് തന്നെ സുനിശ്ചിതം. അടുത്ത പനിഷ്മെന്റിൽ ഞാൻ വിജയിച്ചു. അടുത്ത മത്സരത്തിൽ ഞാൻ വിജയിച്ച. കാവിലെ പാട്ട് മത്സരത്തിൽ വിജയിക്കാന്നുള്ള അവസ്ഥയാണ്. അടുത്ത മത്സരം ഞാൻ ചോറും മുളക് ചമ്മന്തി വെക്കും. ഇപ്പത്തേലുള്ളത് കറന്റ്ലി പൊന്നു തോറ്റിരിക്കുന്നു. ഇനി പനിഷ്മെന്റ് പറയാൻ ഞാൻ ഒന്ന് കൈ കഴുകിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. അയ്യോ അമ്മ തോറ്റു തുന്നം പാടിയിരിക്കുന്ന എന്താ പറഞ്ഞ കേട്ടില്ല. നീ ജയിച്ചോട്ടെ, ഞാൻ തോറ്റന്നതാ. മനഃപൂർവ്വം തോറ്റന്നാ അല്ലേ? അല്ലാതെ അടി വാസിലിന്റെ ഡപ്പ തീർത്തൂലടി. അങ്ങനെ അയ്യോ ക്യാമറക്ക് എവിടേക്കൊക്കെ പോയി. അങ്ങനെ പൊന്നു തോറ്റിരിക്കാണ്. പൊന്നുവിനുള്ള പണിഷ്മെന്റ് എന്താ അറിയണ്ടേ? എന്നിട്ട് ഞാൻ ആലോചിക്കാൻ ചെയ്യണം വേണ്ടേ? അതില്ല, എന്തായാലും ചെയ്യണം. നിന്നെ ആണാക്കാൻ പോവാ. മീശ വരയ്ക്കും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ആദ്യം എന്താണ് കാത്തൂന് ഇതാക്കുക. ഓക്കെ, മുണ്ടുടുക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. മുണ്ടുടുക്കണം. നിന്നെ ഒരു എന്താ കുടിയന്റെ ലുക്കാക്കണം എനിക്ക്. അപ്പൊ ഈ ട്രൗസറിന്റെ മുകളിൽ മുണ്ടുടുക്കും. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരുങ്ങിയാലോ? അപ്പൊ ഞാൻ ഒരുക്കട്ടെ കേട്ടാ. എന്റെ ഭാര്യനെ രൂപം മാറ്റിട്ട് ഇപ്പൊ വരാം. അതൊക്കെ പോവോ? കാത്തോ അമ്മേനെ നമുക്ക് നിനക്ക് വേണ? ഇപ്പൊ വേണ? ഇവിടെ വേണ? ഇനി ഇവിടെ ഇത് വേണ്ട? എവിടെ? ഒളിച്ചു കഴിഞ്ഞാൽ രക്ഷയൊന്നും ഇല്ലാട്ടാ. കാത്തോ അമ്മ ഒളിക്കുക. ഒളിച്ചിട്ട് രക്ഷയില്ല പറയാ അല്ലേ? ഓടി വരട്ടെ. അപ്പൊ ആദ്യം മുണ്ടുടുക്ക. ഈ ഒരു മുണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. അലക്കിയപ്പോ കളർ പോയ മുണ്ടാണ്. എന്റെ മുണ്ട് നാശവശായ മുണ്ടാണിത്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അവളെ ഇതാക്കാൻ വെച്ചു. കുടിയനായ കാരണം ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചെയ്യാം. കാത്തോ അമ്മേനെ മുണ്ട് ഇനി നമുക്ക് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. കാത്തോ മടക്കി കുത്താൻ പറ്റുമോ? മടക്കി കുത്തിക്കോ. ക്യാമറ കിട്ടി ഞാൻ തിരിച്ച് അല്ലല്ല, ഇനി കാത്തുവിന്റെ അടുത്തിരിക്കും. ഇനി ഈ മുഖത്തുള്ള കലാവിദ്യകൾ ഞാൻ കാണിച്ചു തരാം. കാത്തോ അമ്മയുടെ മുഖത്ത് നമുക്ക് പണി നടത്താം. അതിന് പറ്റിയ സാധനം എന്റെ ഉണ്ട് കേട്ടാ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ. ഓ നിനക്ക് വേണ? ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു കുരുവാണ്. നിനക്ക് കുരുവില്ലല്ലോ. ഇത് കുടിയനായ അതെ
അതെന്റെ ചോയ്സാ. ഇത് എന്റെ ഇതാ എന്ത് വേണമെന്നുള്ള അല്ല കേട്ടോ. നേരെ ഇരിക്കടി. ഇതുള്ള പകരം ഞാൻ വീട്ടും പോലെ. ഇനി വേണ്ടത് നമുക്ക് പിരികത്തിന്റെ മുകളില് ഈ കൊമ്പസ്രാവിന്റെ ഇതുപോലുള്ള ഇതാണ് വേണ്ടത്. നല്ലൊരു കണ്ട എന്റെ ബ്രൈഡ്സ് ഒക്കെ കാണൂടാ. എന്റെ കളിയാക്കൂടാ. ഞാൻ നിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, നീ മനസ്സിലാക്കണ്ടേ. അനങ്ങാതെ ഇരുന്നോ. നിന്റെ ഭാര്യ മാത്രല്ലല്ലോ, കൊറേ ബ്രൈഡ്സിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടി അല്ലടാ. ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഇങ്ങനെ കഴിവല്ലടേ. എനിക്ക് വേദനിക്കണ്ടാ. ഏട്ടാ ഓ എന്താടാ നല്ല രസല്ലേ. ഇതെന്തൊരു മലയാ എന്നെ കണ്ടുമ്പോ. അത് ചില റൗഡിമാരുടെ പിരിക കണ്ടിട്ടുണ്ടോ? ഇന്ന് മല ഉണ്ടാവൂ. ചില റൗഡിമാരുടെ പിരിക ഇങ്ങനെ കേറിക്കണാവും. ഓക്കെ എനിക്കിത് കാണുമ്പോഴേ രണ്ടു മാല രണ്ടു മാല. ഇത് റെഡി ആയില്ലടേ. നീ അനങ്ങാതെ ഇരുന്നിട്ടില്ല. അനങ്ങിയപ്പോ മൊത്തം അത് ഷേപ്പ് മാറി. എങ്ങനെയാ അനങ്ങാതിരിക്കണ്ടേ? കഴിഞ്ഞിട്ടില്ല. എന്താ അത് റൗഡിമാരുടെ പിരി ഇങ്ങനെ കൂട്ടുമുട്ടിലാവും. കൂട്ടുപിരിക്കണു. ആ വേനിക്കണു നിമിഷാ. ഓക്കെ മതിടാ. ഓക്കെ അങ്ങനെ ഓക്കെ. ഓ ഇനി ഇനി നിനക്ക് വേണ നിനക്കും ചെയ്തരാ. ഇനി നമുക്ക് വേണ്ടത് നല്ല നൈസ് മീശിയ. നിക്ക് 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 അനങ്ങാതിരിക്കേ. ഇത് കല്യാണ്. കുജാണ്. കറപ്പിക്കല്ല എന്നിട്ട് അമ്മേ ഒരു ബക്കറ്റിൽ കളിക്കണ്ട മുക്കിക്ക് ചുളിക്കാതിരുന്നെ. എന്റെ അച്ഛന്റെ പിരിക പോലെ കട്ടിപ്പിരി കാണോ? എന്റെ അച്ഛന് വാലില്ല. എന്റെ അച്ഛന്റെ പിരിയത്തിന് വാലില്ല. മീശയ്ക്ക് ഇതെന്തിട്ടോടോ? എനിക്ക് കളർ ബുക്കായിട്ട് കിട്ടിയതാണ് എന്നെ. എല്ലാത്തോ മര്യാദക്ക് ചെയ്യാൻ നിനക്ക് ചെയ്തരാ. നടുവിൽ ഗ്യാപ്പ്. നടുവില് മുളകില്ല. ഓ നിനക്ക് വേണോ ചെയ്തരേ. ആദ്യം അമ്മേനെ അപ്പൊ ഒന്ന് ഒരുക്കിയെടുക്കട്ടെ. ആ കഴിഞ്ഞിട്ടില്ല. എന്റെ കിട്ടിക്കഴിഞ്ഞ മോളെ ഞാനൊരു പെർഫെക്റ്റ് ചലഞ്ച് വെക്കും. ചത്താല് ഞാൻ ജയിക്കും. ചത്ത ജയിച്ചാ മതി. ഞാൻ ചെയ്യുമ്പോ താടി മീശർക്ക് ഞാൻ എടുക്കും. ഇപ്പൊ ഞാനല്ലേ ജയിച്ചേ. ഇവിടെ എന്താ ഊശാന്താടി. അപ്പൊ ആക്കട്ടെ കാത്തോ. ശാന്താടി ഇങ്ങനെയാ. നിന്റെ താടി പോലെ അവിടെ ഒരു ഗാപ്പായിട്ടുണ്ട്. ചെയ്യാൻ പോണേ നിന്റെ കുശുമ്പല്ലേ. മധുര എവിടെ ആയിട്ടില്ല. കൃതാബ് വരച്ചില്ല. കൃതാബ് ഉണ്ട് റൗഡികൾക്ക്. പണ്ടത്തെ കൃതാബ്. സൂചി കൃതാബ്. സൂചി കൃതാബ് എന്ന് പറയത്തിന്. അമ്മ കുട്ടിക്ക് ആളും മാറിയിട്ടില്ല. ബാക്കി അപ്പേട്ട് തോന്നല്ലോ. ചിട്ടൂർന്നു. കുഴപ്പമൊന്നുമില്ല. നിനക്കും വേണം. ഇത് കാത്തു ജനിച്ച ടൈമിൽ അവിടെ നിന്ന് കിട്ടിയ പ്രമോഷന്റെ. ഓ തരാം തരാം തരാം. എന്തോ
കപ്പലല്ലേ എന്നാണ് ഭംഗിയൊക്കെ ഉണ്ടല്ലേ എവിടെ അച്ഛന്റെ ഷേപ്പ് വന്ന നീ ഒരു പൊട്ട പൊട്ടാണ് പൊട്ടുണ്ടോ ആണുങ്ങളൊക്കെ പൊട്ടോടും മറ്റേ നീ അനങ്ങാതിരുന്നോ കണ്ണാപ്പിയാണ് കണ്ണാപ്പി ഇതെന്തുവാടാ കണ്ണാപ്പിമാരുടെ പൊട്ടക്ക് ഇങ്ങനെയാ പൊളി സാധനം ഓ ഇവൾക്കൊരു കുത്തുകൂടി വെച്ചോടുക്കും ആ എനിക്ക് വേണോ അതില് പൊട്ട് ഒറ്റ പൊട്ട് ആ സുന്ദരി സുന്ദരി നോക്കി നോക്കി യെസ് നമ്മുടെ കളിയിൽ തോറ്റ പൊന്നൂനെ നല്ലൊരു രൂപത്തിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞ നിക്കോ നിക്കോ നിക്ക് മോളെ പിടിക്കും മോള് തറ്റത്ത നിന്നെ മുണ്ട് മടക്കി കുത്തി ഏഴ് പൂഞ്ചോല്ല മാമണിക്കും മണിമല്ല ആദ്യം പുത്തഞ്ഞാറ്റുവേല കഞ്ചരി 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 കാത്തിന്റെ നോട്ടം നോക്കിയ എന്താ കുട്ടിക്ക് മനസ്സിലാവില്ല തോന്നുന്നു കാത്ത അമ്മേടി അമ്മ അമ്മ സൂപ്പറായില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു ഷർട്ടും കൂടി ആവശ്യമായിരുന്നു കുടിയന്മാരിങ്ങനെ ഇത് ചൈനക്കാരെ പോലെ ഇപ്പൊ എന്താ ഒരു മത്തിത്തലയും കൈപിടിച്ച് ഇല്ല ഇല്ല നിക്ക് അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുക്കത്തേറ്റ അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇനി നമ്മുടെ വീട്ടിൽ അമ്മേനെ വിളിച്ചോട്ടെ അമ്മേനെ വിളിച്ചിട്ട് കാണിച്ചു നോക്കട്ടെ കേട്ടാ എന്തായാലും കുഴപ്പമില്ല ഞാൻ അടുത്ത ചലഞ്ച് വെക്കും ആ ചലഞ്ചില് നമ്മള് ഏടനെ പൊട്ടിക്കും അപ്പൊ എന്ത് ചലഞ്ച് ആക്കണേ നിങ്ങൾ പറയണം എന്റെ ആ പൊട്ടിച്ചിട്ട് ഏത് രൂപത്തിലൊരാക്കണം എന്നും കൂടി നിങ്ങൾ പറയണം എന്തായാലും ഇയാളിനെയാണ് നോക്കിയത് അത് കുറച്ചും കൂടി കൃതാവ് നേരെ ഉണ്ടായിരുന്നല്ലേ എടുക്കണില്ലല്ലോ എടുക്കും വെയിറ്റ് അച്ഛൻ വിളിച്ചേ കുണിക്ക കട്ടാക്കി ഫോണിലടിക്കും വിളിച്ചോ ഫാമിലിനെ വിളിക്കാം അതാണെങ്കിൽ ആദ്യം കട്ടാക്കും അത് പിള്ളേരെല്ലായിരിക്കും അതിനുണ്ട് ഒരു കണ്ടിട്ടൊരു ഇത് എടുക്കണില്ല മറ്റേക്ക് വിളിക്കേ അതെടുക്കുള്ളൂ കാത്തുമ്മ വീട്ടിക്ക് വിളിച്ചാൽ അവസ്ഥ എന്താ ഒരു 10 വട്ടം വിളിച്ചാൽ ഫോൺ എടുക്കുള്ളൂ എങ്ങനെയുണ്ട് കാത്തുവാ ഹലോ അമ്മ മോള് എങ്ങനെയുണ്ട് ഫുഡ് ചാലഞ്ചിൽ തോറ്റതാ ഞാൻ പണിതങ്ങ് കൊടുത്തു നോക്കൂ മറ്റേ ഡാൻസ് കളിച്ച ഏരിമല പൂഞ്ചോല്ല അപ്പൊ സൊസൈറ്റിയില അപ്പൊ ശരി പരിപാടി നടക്കട്ടെ അപ്പൊ നമ്മുടെ വീട് ഇന്നത്രേ ഉള്ളൂ മിണ്ടാൻ പറ്റിയില്ല കേട്ടാ ഇല്ല 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 നടക്കില്ല നടക്കില്ല ഈ തോറ്റ നീയ എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്ര കാത്തിരിക്കാൻ നോക്കി
കാത്തു രക്ഷിക്കണേ. ഏട്ടാ ഏട്ടാ എന്നെ rape ചെയ്യരുത്, എന്നെ rape ചെയ്യരുത്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് വാ. കണ്ട, ഒരു മിനിറ്റ് അവിടെ നിന്ന്. അയ്യോ അപ്പനെ മൊത്തം കാക്കിട്ട് അയ്യോ ആഴ്ച ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കാണ്. കോലം നോക്കി. എനിക്ക് അവസരം കിട്ടും നാളെ തന്നെ. നാളെ ജ്യൂസ് റൂമില്, നാളെ വാശരും മത്സര. അയ്യോ അയ്യോ ഞാൻ കറുത്ത് പോയല്ലോ. യുദ്ധം കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ കാണാം ഗായ്സ്. ബൈ. ഞാൻ പോവാ, ക്ഷീണിതയായി.